മുഖ്യമന്ത്രി ഇടയ്ക്ക് ഞാനൊരു ന്യൂസ് കേട്ടായിരുന്നു, അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ പറയാണ്, മുഖ്യമന്ത്രി സ്വന്തം മദർ ഇൻ ലോനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെലികോപ്റ്റർ എന്തോ എടുത്തിട്ട് പോയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അറിയായിരിക്കും ഒരു ജീവന്റെ വില എന്താണെന്ന്. നമസ്കാരം. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിൻ്റെ മകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ പൊട്ടിത്തെറിക്കുന്ന രംഗം ഇപ്പോൾ കമ്മികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദമുണ്ടാക്കുന്നതാണ്. സഖാക്കൾ അവരുടെ പ്രൊഫൈലുകളിലെല്ലാം ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അപാരമായ ദുഃഖമനുഭവിക്കുന്ന ഒരാൾ അണപൊട്ടിയ രോഷത്തോടെ സംസാരിക്കുന്നതൊന്നും പുതുമയുള്ള കാര്യമല്ല. പക്ഷേ അതിൽ രാഷ്ട്രീയത്തിൻ്റെ മേമ്പടി കൂടി കലരുമ്പോഴാണ് ആളുകൾക്ക് സഹതാപം നഷ്ടമാകുന്നത്. ഒരു മുഖ്യമന്ത്രി അയാളെന്നും ഇയാളെന്നുമൊക്കെ ഏത് സങ്കടക്കടലിലും നിന്ന് വിളിക്കാൻ തോന്നുന്നതിൽ തെറ്റില്ല. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായിരുത്തുന്നതിൽ ഈ പെൺകുട്ടിയും കുടുംബവുമൊക്കെ വല്ലാത്ത പങ്കാണത്രേ വഹിച്ചിട്ടുള്ളത്. ഇവർക്ക് ആ വകുപ്പുമായി ബന്ധപ്പെട്ട വേറെ ആരെപ്പറ്റിയും ഇത്രയധികം പരാതിയില്ല. എന്തുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ട് മുഖ്യമന്ത്രി ആ വീട്ടിൽ പോകാത്തത് എന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് നേരെ പൊട്ടിത്തെറിച്ച് പുലഭ്യം പറഞ്ഞ് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കാൻ ഇവർക്കോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കോ കഴിയുമോ? കഴിഞ്ഞ മാസം 31-നാണ് ജോൺ ഉൾപ്പെടെയുള്ള ഒരു സംഘം കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോയത്. തലേ ദിവസം തന്നെ പ്രക്ഷുബ്ധമായ കടലിലേക്ക് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അതിനെ ലംഘിച്ചിവർ കടലിലേക്ക് പോയതെന്നറിയില്ല. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ജോലിക്ക് പോയില്ലെങ്കിൽ വീട് പട്ടിണിയാകുമെന്ന ചിന്ത കൊണ്ടാകാം ആ രക്ഷകർത്താവ് ഈ സാഹസത്തിന് മുതിരുകയായിരുന്നു. ഉറ്റവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ആർക്കാണ് മനസ്സിലാകാത്തത്? പക്ഷേ ഇത്രയും കാലത്തിനിടയിൽ ഇതുപോലെ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബമിറങ്ങി നാടുഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഇത്രയേറെ പുലഭ്യം പറയുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായിരിക്കാം അതിൻ്റെ കാരണം? ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ വീട്ടിലെത്തി സന്ദർശനം നടത്തുമ്പോൾ പക്വതയോടെ കാര്യങ്ങൾ പറയും. പക്ഷെ അവർ പോയി കഴിയുമ്പോൾ വീണ്ടും പൊട്ടിത്തെറിക്കും. നല്ല ചൂടുള്ള വാക്കുകൾ കൊണ്ട് ഉഗ്രൻ പ്രഹരമേൽപ്പിക്കാൻ ഈ യുവതിക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് മരമുറിക്കാരൻ്റെയും ഇടതുപക്ഷ സേവകരായ ചാനലിൻ്റെയും ആളുകൾ ഇവരുടെ അരികിൽ എപ്പോഴുമുണ്ട്. എം.വി. ഗോവിന്ദനും വി. ജോയിയും ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അഗാധമായ സങ്കടം ഉള്ളിലൊതുക്കി ഈ കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ ചെന്ന രംഗങ്ങൾ കണ്ടു. അവർക്ക് മുമ്പിലും ഈ യുവതി സർക്കാരിനെതിരെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ സഹോദരൻ 2017 മുതൽക്കുള്ള സർക്കാരുകളുടെ തുടർച്ചയായ അവഗണനയെപ്പറ്റിയും ഉത്തരവാദിത്തമില്ലായ്മയെപ്പറ്റിയും പറയുന്നുമുണ്ട്. ഇതിനിടയിൽ ഒരു വാർത്ത കണ്ടു. കഴിഞ്ഞ 3 വർഷമായി കടലിലോടേണ്ട ആംബുലൻസ് കരയിലിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം സുന്ദരമാക്കാൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാർ എന്ത് മലമറിക്കുന്ന പദ്ധതികളാണ് നടപ്പിലാക്കിയത്? ഒന്ന് പറഞ്ഞു തരൂ യുവതി. ഓഖി ദുരന്തമുണ്ടായ കാലത്ത് പിണറായി സർക്കാരിൻ്റെ പിടിപ്പുകേട് കുട്ടി കണ്ടില്ലേ? കടലിനുമീതെ കാർമേഘം തിങ്ങിയപ്പോൾ തന്നെ പിണറായി ഓരോ കുടിലിലുമെത്തി നിങ്ങളെ സമാശ്വസിപ്പിക്കുകയായിരുന്നു. ഓഖി ദുരന്തമുണ്ടായി നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടും ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ പിണറായി കൂട്ടാക്കിയിരുന്നില്ല അന്ന്. എന്നാൽ ആ സമയത്ത് ഗോകുലം ഗോപാലൻ്റെ പിതാവ് 85 വയസ്സുണ്ടായിരുന്ന ഗോകുലം ചാത്തു മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ റീത്ത് സമർപ്പിക്കാൻ അദ്ദേഹം പോയിരുന്നു. നൂറുകണക്കിന് ആൾക്കാർ മരിച്ച് കടൽ തീരങ്ങൾ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഗോകുലം മുതലാളിയുടെ പിതാവിനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പോയ പിണറായി വിജയൻ്റെയും ഭാര്യയുടെയും ചിത്രം കണ്ട് നവമാധ്യമങ്ങളിൽ എന്തൊക്കെ വിമർശനങ്ങളാണ് അന്നുയർന്നത്. പോകേണ്ട വഴികളെല്ലാം പിണറായി വിജയന് നന്നായിട്ടറിയാം. എല്ലാം ഒന്ന് ശാന്തമായപ്പോൾ സന്ദർശനം നടത്താനെത്തിയ പിണറായി വിജയന് നേരെ മത്സ്യത്തൊഴിലാളികൾ ആക്രോശിച്ചുകൊണ്ട് ഓടിയടുത്തതും നമ്മൾ കണ്ടു. അന്ന് വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹത്തെ മറ്റൊരു കാറിൽ കയറ്റി രക്ഷപ്പെടുത്തിയത്. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളെയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കടലിൽ കാണാതായത്. പലരുടെയും മൃതദേഹങ്ങൾ കിട്ടിയിട്ടേയില്ല. ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഒരു സർക്കാരിനും കഴിയുമെന്ന് തോന്നുന്നില്ല. അതാണ് കടലെന്ന പ്രതിഭാസം. അതിൻ്റെ മുമ്പിൽ മാത്രമേ മനുഷ്യൻ മുട്ടുമടക്കാറുള്ളൂ. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോയതിൻ്റെ ഒരു മഹാദുഃഖം പോലെയുണ്ട് ഈ സഹോദരങ്ങളുടെ പൊട്ടിത്തെറിക്കലും പ്രതികരണങ്ങളും കാണുമ്പോൾ. വയനാട്ടിൽ ദുരന്തം നടന്ന ഭൂമികയിൽ ഇപ്പോഴും എത്രയോ പേരുടെ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ ആണ്ടുകിടപ്പുണ്ട്. അപ്പോൾ പിന്നെ കടലിലെ കാര്യം പറയാൻ പറ്റുമോ? ഏറെ അപകടകരമായൊരു തൊഴിലാണ് കടലിൽ ജോലി ചെയ്യുന്നവരുടേത്. ഈ വെള്ളപ്പൊക്കക്കാലത്ത് എത്രയോ മുങ്ങിമരണങ്ങൾ ഉണ്ടായി. ദുരന്തങ്ങൾ ലോകാവസാനം വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കേരളം കണ്ട ഏറ്റവും മെച്ചപ്പെട്ട രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അവിടുത്തുകാരനായ ഒരു സുഹൃത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. മാത്രവുമല്ല, മാധ്യമങ്ങളും അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീരദേശ പോലീസും സാധാ മുങ്ങൽ വിദഗ്ധരും, നേവിയുടെ ഹെലികോപ്റ്ററും വിമാനങ്ങളും, മറൈൻ പോലീസും എയർഫോഴ്സും, നാട്ടുകാരായ മീൻപിടുത്തക്കാരും ദുരന്തസേനയും എല്ലാം തിരച്ചിലാണ്.
ഫലം കാണാത്തതിന് മുഖ്യമന്ത്രിയെ ചീത്ത വിളിച്ചതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ സുഹൃത്തെ? അയാളെന്നും ഇയാളെന്നും വിളിച്ചിട്ട് സിസ്റ്റം ശരിയല്ല, ഇയാൾ ഇറങ്ങിപ്പോകണമെന്നൊക്കെ പറഞ്ഞാൽ അത് സങ്കടത്തിൽ നിന്നുണ്ടായ ക്ഷോഭമാണെന്ന് ആർക്കും മനസ്സിലാകില്ല. എന്നാലും മോങ്ങാനിരിക്കുന്ന നായുടെ തലയിൽ തേങ്ങ വീഴുക എന്ന അവസ്ഥയിൽ കഴിയുന്ന CPM-കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർക്ക് കിട്ടുന്ന മഹാഭാഗ്യങ്ങളാണ്. അല്ല കുട്ടി, പണ്ട് സിദ്ധാർത്ഥൻ എന്നൊരു വിദ്യാർത്ഥി പൂക്കോട് വെറ്റിനറി കോളേജിൽ ക്രൂരമായ റാഗിങ്ങിന് വിധേയനായി മരിച്ച കാര്യം നിങ്ങൾക്കറിയാമോ? ഈ കേരളമാകെ ആ മരണത്തിൽ മനംനൊന്ത് നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി ആ വീട്ടിൽ ഒരിക്കൽ പോലും പോയിട്ടില്ല. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ആ വീട് ഒന്ന് സന്ദർശിക്കാത്തത് എന്ന് പലരും അന്ന് ചോദിച്ചു. പക്ഷേ ജനങ്ങളും മാധ്യമങ്ങളും വിമർശിക്കുന്നത് കേൾക്കുമ്പോൾ വഴങ്ങുന്ന സതീശനെ പോലെ ഭയക്കുന്നയാളല്ല പിണറായി വിജയൻ. നാളുകൾക്ക് ശേഷം ബന്ധുക്കൾ അദ്ദേഹത്തെ അങ്ങോട്ട് പോയി കണ്ട് നിവേദനം കൊടുത്താണ് CBI അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സങ്കടകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ എത്രയോ കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. എവിടെയൊക്കെയാണ് പിണറായി വിജയൻ സന്ദർശനം നടത്തിയത്? അദ്ദേഹം പോകേണ്ടടുത്ത് മാത്രമേ പോവുകയുള്ളൂ. ആ വഴി ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ആ യാത്ര അവസാനിക്കുന്നത് ചിലപ്പോൾ പൗരപ്രമുഖരുടെ വിരുന്ന് മേശയിലായിരിക്കും. ഇവിടെ ഇതാ മുഖ്യമന്ത്രി അമ്മായിയമ്മയെ കാണാൻ പോയത് ഹെലികോപ്റ്റർ എടുത്തല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഈ യുവതി. ഇതൊക്കെ കേട്ടിട്ടും മുഖ്യമന്ത്രി വളരെ സമചിത്തതയോടെയാണ് മറുപടി പറയുന്നത്. ഞാൻ അതെല്ലാം അവരുടെ വികാരം നമ്മൾ ഉൾക്കൊള്ളുന്നു. കുടുംബത്തിൽ നിന്നൊരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും. അവർക്ക് ആരോട് പ്രതിഷേധിക്കാൻ പറ്റും? അവിടെ നിൽക്കുന്നവരോട് പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. കുട്ടിയുടെ പിതാവിനെ കണ്ടെത്താനായി എത്രയോ വിമാനങ്ങളാണ് കടലിൽ തെരച്ചിൽ നടത്തുന്നത്. അതാരുടെ ആവശ്യത്തിനാണ്? ഇപ്പോഴിതാ ആഴക്കടലിൽ മേഴ്സിക്കുട്ടിയമ്മയും സർക്കാരിനെ മര്യാദ പഠിപ്പിക്കാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ കമ്പനിയായ EMCC-യുമായി ചേർന്ന് കേരള തീരത്ത് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കോടികളുടെ കരാർ ഒപ്പിടാൻ നീക്കം നടത്തിയ നേതാവാണ് ഈ മേഴ്സിക്കുട്ടിയമ്മ. അന്ന് രമേശ് ചെന്നിത്തലയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അതിൽ നിന്നിവർ പിന്മാറിയത്. ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ ഇറങ്ങിയിരിക്കുകയാണ് സതീശനെ സിവിൽ ഡെത്ത് നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. 11 ദിവസമായി മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട്. ഇത്രയും വിപുലമായ അന്വേഷണങ്ങൾ നടത്തിയിട്ടും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ കടലെത്ര അപകടകരവും പ്രക്ഷുബ്ധവുമാണെന്ന് മനസ്സിലാക്കാം. ആ മനുഷ്യരുടെ മനസ്സിൽ തീ കോരിയിടാനായി കുറേ നേതാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് CPM-കാർ. ഒരുപക്ഷെ ഈ പെൺകുട്ടി ഈ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണെന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. എന്തായിരിക്കും ഇവിടുത്തെ അന്തങ്ങളുടെയും കമ്മികളുടെയും ക്യാപ്സൂൾ ചാവേറുകളുടെയും മറുപടി? ഈ മഹാദുഃഖത്തിനിടയിലും ഒരു പെൺകുട്ടി ഇത്രമാത്രം സൈബർ ഇടങ്ങളിൽ വിമർശനത്തിന് വിധേയമാകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും?